ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒറ്റിറ്റി അപ്ഡേറ്റ്സ് ഉൾക്കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ബേസിൽ ജോസഫ്, നസ്രിയ നസീം തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രക്ക് MC ജിതിനെ അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ. കഴിഞ്ഞ വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററിലെത്തിയ മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷൻ സ്വന്തമാക്കി ഈ ആഴ്ചയിൽ ഏറ്റവും വലിയ കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രങ്ങൾ ഒന്നായിട്ട് മാറാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചിത്രം ഈ ആഴ്ച തരംഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസം ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. വർക്കിന്റെയും ചിത്രം എത്രത്തോളം ഒരു കളക്ഷൻ ഉയർത്തുന്ന അറിയാൻ പറ്റിയുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകര്. എന്തൊക്കെയാണ് ചിത്രം ഇന്നലെ തിങ്കളാഴ്ച മാത്രം ഏകദേശം 2 കോടിക്ക് അടുത്തുള്ള ഒരു തുക സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് വർക്കിന്റെയും ചിത്രം തളരാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മലയാള സിനിമാ പ്രേമികൾ പ്രെഡിക്ട് ചെയ്യാത്ത ഒരു ക്ലൈമാക്സ് തന്നെയാണ് ചിത്രത്തിൻ്റെത്. ക്ലൈമാക്സ് തന്നെയാണ് ചിത്രത്തിന്റെ മെയിനും, അതോടൊപ്പം തന്നെ ക്ലൈമാക്സ് ട്വിസ്റ്റുകളും. ചിത്രം കാണാൻ പ്രേക്ഷകർ എറുമ്പി കയറുന്ന ഒരു കാഴ്ചയാണ് വർക്കിന്റെയും കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡുകൾ പലതും തിരുത്തി കുറിക്കാനുള്ള സാധ്യതയുണ്ട്. മലയാളത്തിലെ മിനിമം ക്യാരറ്റുള്ള ഒരു നടനായിട്ട് ബേസിൽ ഇതിനോടൊപ്പം തന്നെ മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ബേസിൽ നസ്രീം ആദ്യമായിട്ട് നായകന്മാരായിട്ട് എത്തിയപ്പോൾ ബോക്സ് ഓഫീസിൽ ഒരു വൻ വിജയം തന്നെ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം അതിവേഗത്തിൽ 50 കോടി കടക്കുമെന്ന് അറിയാൻ വേണ്ടി. ചിത്രം ഇതിനോടൊപ്പം തന്നെ 3 ദിവസം കൊണ്ട്, അതായത് ഞായറാഴ്ച വരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചിത്രം 18 കോടി പിന്നിട്ടായിരുന്നു. ചിത്രത്തിന്റെ തിങ്കളാഴ്ചത്തെ കളക്ഷനോടെ പുറത്തു വരുമ്പോൾ ഏകദേശം 21 കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കിയ ചിത്രം സുഖമായിട്ട് 50 കോടി സ്വന്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കും ചിത്രം എത്രത്തോളം വലിയൊരു വിജയമാകുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ബേസിൽ നസ്രിയെ കൂട്ടിയിട്ടെന്ന് വെച്ചാൽ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.